നമസ്തേ, ഞാൻ ഡോക്ടർ ഗായത്രി, കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്, ജി ഹോസ്പിറ്റൽ. ഇന്ന് നമുക്ക് വൻകുടലിലെ ക്യാൻസറിനെ പറ്റി ഒന്ന് വിശദമായി സംസാരിക്കാം, മനസ്സിലാക്കാം. വൻകുടൽ ക്യാൻസർ അഥവാ കോളൻ ക്യാൻസർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എന്താണ് അതിൻ്റെ കാരണങ്ങൾ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും ഈ മാറി വരുന്ന ഫുഡ് ഹാബിറ്റ്സ് ആണ് ഒരു പ്രധാന കാരണം. അതായത് നമുക്ക് അമിതമായി ഈ ബീഫ്, പോർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കുക, പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ഗ്രിൽഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ആ കാര്യങ്ങളെല്ലാം ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുപോലെ ഒബീസിറ്റി, അതായത് വണ്ണം കൂടിയ അവസ്ഥ, ഇതെല്ലാം കാരണമാണ്. ആൽക്കഹോൾ ഉപയോഗിക്കുന്നത് ഒരു കാരണമാണ്. മറ്റ് ഈ ജനറ്റിക് ആയിട്ടുള്ള പാരമ്പര്യമായി വരുന്ന മറ്റ് കാരണങ്ങളും ഈ വൻകുടൽ ക്യാൻസറിനുണ്ട്. ഈ വൻകുടൽ ക്യാൻസർ എങ്ങനെയാണ് നമ്മൾ രോഗലക്ഷണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും കോൺസ്റ്റിപ്പേഷൻ, അതായത് മലം പോകാത്ത അവസ്ഥ, ബ്ലീഡിങ് ഉണ്ടാവുക, അതല്ലാന്നുണ്ടെങ്കിൽ രക്തക്കുറവ് കാണുക. രക്തക്കുറവ്, അതായത് നമുക്ക് മനസ്സിലാകുന്നില്ല ബ്ലീഡിങ് എങ്ങനെയാണ്, നമുക്ക് രക്തക്കുറവ്, ബ്ലീഡിങ്ങും കാര്യങ്ങളൊന്നും കാണുന്നില്ല, എന്നാൽ പോലും രക്തക്കുറവ് കാണുന്നു. ഇതെല്ലാം തന്നെ ഒരു വൻകുടൽ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളായേക്കാം. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ടെസ്റ്റിംഗ് ചെയ്യുന്നത് വളരെ നിർബന്ധമാണ്. പ്രത്യേകിച്ച് പ്രായമുള്ള ആൾക്കാരിലാണ് നമ്മളിത് കൂടുതൽ കാണുന്നത്. എന്നാൽ 50 വയസ്സിന് താഴെയുള്ള ആൾക്കാരിലും ഇപ്പം കോളൻ ക്യാൻസർ കണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നമുക്കൊരു കൊളനോസ്കോപ്പി ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ കൊളനോസ്കോപ്പി എന്താണെന്ന് പറഞ്ഞാൽ ഒരു ട്യൂബാണ്, ക്യാമറയും കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ട്യൂബാണ്. ഇത് മലദ്വാരത്തിലൂടെ കടത്തി വൻകുടൽ മൊത്തം പരിശോധിക്കുന്ന ഒരു ടെസ്റ്റാണ് ഈ കൊളനോസ്കോപ്പി എന്ന് പറയുന്നത്. ഈ കൊളനോസ്കോപ്പി ചെയ്യുന്നത് വഴി എന്തെങ്കിലും തടിപ്പുകളുണ്ടോ, അൾസറുണ്ടോ, പോളിപ്പുണ്ടോ, ഈ വക കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. പോളിപ്പിനെ കണ്ടെത്തിയാൽ തന്നെ ആ സമയത്ത് തന്നെ നമുക്കത് റിമൂവ് ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട്. അൾസറോ അങ്ങനെ തടിപ്പുകളോ എല്ലാം ഉണ്ടെങ്കിൽ നമുക്കൊരു ബയോപ്സി എടുക്കാനും സാധിക്കുന്നുണ്ട്. ഇതാണ് കൊളനോസ്കോപ്പി. ഇത് പേടിക്കേണ്ട ഒരു ടെസ്റ്റൊന്നുമല്ല. നമുക്ക് മയക്കി സെഡേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് ഈ കൊളനോസ്കോപ്പി. ഇങ്ങനെ ചെയ്തിട്ട് എന്തെങ്കിലും അബ്നോർമൽ കോശങ്ങളുണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മളതിന് പത്തോളജി ടെസ്റ്റിങ്ങിന് വിടുകയാണ് ചെയ്യുന്നത്. പത്തോളജി ടെസ്റ്റിംഗ് വിട്ടിട്ട് അതിനെ സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നത്. ഏത് ടൈപ്പായിട്ടുള്ള ക്യാൻസറാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ക്യാൻസർ കണ്ടെത്തിയാൽ ഇത് എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അതിനുവേണ്ടി ഒരു CT സ്കാനോ അല്ലെങ്കിൽ PET സ്കാനോ എടുക്കേണ്ടതായി വന്നേക്കാം. എന്നാൽ മാത്രമേ നമുക്കതിൻ്റെ സ്റ്റേജിനെ പറ്റിയൊരു ഏകദേശ ധാരണ കിട്ടുകയുള്ളൂ. വൻകുടൽ ക്യാൻസറിന് പ്രധാനമായിട്ടും സർജറിയാണ് അതിൻ്റെ ചികിത്സാ രീതി. ആദ്യം തന്നെ നമ്മൾ പരമാവധി മിക്ക കണ്ടീഷൻസിലും ആദ്യം തന്നെ സർജറി ചെയ്യുന്നു. പക്ഷേ ഒരുപാട് വലിയ മുഴയാണ്, അതല്ലെങ്കിൽ പറ്റി പിടിച്ചിരിക്കുന്ന മുഴയാണ്, ഉടനെ സർജറി ചെയ്യാൻ പറ്റില്ല എന്ന് സർജൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കീമോതെറാപ്പി എടുക്കുകയും കീമോതെറാപ്പി എടുത്ത് ആ മുഴയെ ചുരുക്കിയിട്ട് സർജറി ചെയ്യുന്നൊരവസ്ഥയുമുണ്ട്. പക്ഷേ നമ്മൾ ജനറലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം സർജറി തന്നെയാണ് ചെയ്യുന്നത്. ഈ സർജറി ചെയ്തതിന് ശേഷം ആ പത്തോളജിക്കൽ റിപ്പോർട്ട്, അതായത് നമ്മൾ സർജറി ചെയ്തെടുത്ത ആ മുഴയെ പത്തോളജിസ്റ്റിന് കൊടുക്കുകയും പത്തോളജിസ്റ്റ് അത് പരിശോധിച്ച് അതിൻ്റെ സ്റ്റേജ് നമുക്ക് പറഞ്ഞു തരികയും ചെയ്യുന്നു. ഇതനുസരിച്ചിട്ടാണ് നമ്മൾ തുടർ ചികിത്സ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത്. ആദ്യത്തെ സ്റ്റേജിലുള്ള വൻകുടൽ ക്യാൻസറിന് സർജറി മാത്രം മതി, വേറെ ചികിത്സയുടെ ഒന്നും ആവശ്യമില്ല. അത് വളരെ ഏർലിയായി നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു ട്യൂമറായിരുന്നു. അതിന് നമ്മൾ സർജറി ചെയ്ത് മാറ്റി വേറെ തുടർ ചികിത്സയുടെ ഒരാവശ്യം വരുന്നില്ല. എന്നാൽ രണ്ടാമത്തെ സ്റ്റേജ് വൻകുടൽ ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ ചില അവസ്ഥകളിൽ നമുക്ക് കീമോ വേണ്ടി വന്നേക്കാം. അതിന് ചില റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അത് നമ്മൾ പരിശോധിച്ചിട്ടാണ് കീമോ വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റേജ് കോളൻ ക്യാൻസറിൽ നമുക്ക് നിർബന്ധമായും കീമോ വേണം. ഒരു 6 മാസത്തേക്കാണ് നമ്മൾ കീമോ കൊടുക്കുന്നത്. പക്ഷേ സൈഡ് ഇഫക്റ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ 3 മാസത്തിൽ നമുക്ക് കീമോതെറാപ്പി നിർത്തുകയും ചെയ്യാം. ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് 4ാമത്തെ സ്റ്റേജിലെ കോളൻ ക്യാൻസർ. പലരും ചോദിക്കാറുണ്ട്, 4ാമത്തെ സ്റ്റേജിലായില്ലേ, ഇനി ചികിത്സ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇനി ചികിത്സ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, അസുഖത്തെ പൂർണ്ണമായി മാറ്റാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. 4ാമത്തെ സ്റ്റേജിലുള്ള കോളൻ ക്യാൻസറിന് പോലും നല്ല രീതിയിലുള്ള ചികിത്സയുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും അതൊരു മാറുന്ന ചികിത്സയല്ല, അസുഖത്തെ കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റുന്ന ചികിത്സാ രീതിയാണ് നമ്മൾ 4ാമത്തെ സ്റ്റേജിലെ ക്യാൻസറിന് കൊടുക്കുന്നത്. എന്താണ് ഈ 4ാമത്തെ സ്റ്റേജ്? 4ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു അവയവത്തിൽ ക്യാൻസർ ഉണ്ട്, ആ അവയവത്തിൽ നിന്ന് മറ്റ് അവയവങ്ങളിലേക്ക് ക്യാൻസർ സ്പ്രെഡ് ചെയ്താലാണ് നമ്മൾ അതിനെ 4ാമത്തെ സ്റ്റേജ് എന്ന് വിളിക്കുന്നത്.
ഉദാഹരണത്തിന് ഈ വൻകുടൽ ക്യാൻസറിലെ ക്യാൻസർ കോശങ്ങൾ കരളിലേക്ക് പോയി അല്ലെ ലങ്സിലേക്ക് പോയി ഇങ്ങനെ മറ്റ് അവയവങ്ങളിലേക്ക് പോയാൽ നമ്മൾ അതിനെ 4ാമത്തെ സ്റ്റേജ് ക്യാൻസറായി കരുതുന്നു. അപ്പോൾ അത് ഈ വൻകുടൽ ക്യാൻസർ, ലിവർ ക്യാൻസർ, ലങ് ക്യാൻസർ എന്നല്ല, അതെല്ലാം വൻകുടൽ ക്യാൻസറുടെ കോശങ്ങൾ തന്നെ മറ്റ് അവയവങ്ങളിലേക്ക് പോയിരിക്കുന്നതാണ്. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഡിസീസിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ചികിത്സയുണ്ട്. അതിന് കീമോതെറാപ്പി ഉണ്ട്, നൂതനമായ ടാർഗറ്റഡ് തെറാപ്പി, ഇമ്മ്യൂണോ തെറാപ്പി, ഇങ്ങനെ നിരവധി ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്കിപ്പം ലിവറിലൊക്കെ വളരെ കുറച്ച് മാത്രമേ സ്പ്രെഡ് ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ പോലും നമുക്ക് പൂർണ്ണമായി മാറുന്ന ചികിത്സ ചെയ്യാൻ സാധിക്കും. ഒരുപാട് ക്യാൻസർ സ്പ്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന ചികിത്സയും ഇഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം എല്ലാ സ്റ്റേജിലും ക്യാൻസറിന് ചികിത്സയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി കോളൻ ക്യാൻസറിനെ നേരത്തെ കണ്ടെത്താനാകുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. നേരത്തെ കണ്ടെത്താനാകും. അതിനെല്ലാം സ്ക്രീനിങ് ഗൈഡ് ലൈൻസ് ഉണ്ട്. 45 വയസ്സിന് ശേഷം നമുക്ക് കൊളോണോസ്കോപ്പി ചെയ്ത് നോക്കാം. 10 വർഷം കൂടുമ്പോഴാണ് കൊളോണോസ്കോപ്പി ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് എല്ലാ വർഷവും നമുക്ക് മലം പരിശോധിച്ച് നോക്കാം. അതിൽ ബ്ലഡ് ഉണ്ടോ, ബ്ലഡിൻ്റെ അളവുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇതെല്ലാം വഴി നമുക്ക് നേരത്തെ ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. നേരത്തെ ടെസ്റ്റ് ചെയ്ത് ക്യാൻസർ ഉണ്ടോ, പോളിപ്പുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം കണ്ടെത്താനായിട്ടും സാധിക്കുന്നുണ്ട്. കൃത്യമായ ഒരു ജീവിതശൈലി ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ ക്യാൻസറിനെ എല്ലാം തടയാവുന്നതേ ഉള്ളൂ.